ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു തോടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എല്ലാം പിടിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് മരം മുറിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അതാണ് ഇടക്കിടക്ക് ഞാൻ കുറച്ച് ഇങ്ങോട്ട് എത്തട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിന്നു. വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് ഞാൻ നടന്ന് വന്നിട്ടാണ് ഇപ്പം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പറമ്പും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം അതിൻ്റെ അടുത്തെത്താനായാൽ റോഡിൻ്റെ സൈഡിലെല്ലാം വെള്ളം കെട്ടി വന്നിട്ടാണ് കേസുള്ളത്. കണ്ട, ഒഴുകി ഒഴുകി പോകുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വെള്ളം തന്നെ. ഇവിടെ ഇതാണ് നമ്മുടെ ഒരു തെയ്യം നടക്കുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ ശ്രീ ഗുണ്ടിക ക്ഷേത്രം കണ്ട, ഇതാണ് ഗുണ്ടിക ക്ഷേത്രം, അതിൻ്റെതാണത്. അപ്പോൾ ഞാൻ നടന്ന് തോട്ടിൻ്റെ വെള്ളം പോകുന്ന സ്ഥലത്ത് ഏകദേശം എത്താറായിരിക്കുകയാണ്. നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനെപ്പോൾ പാല് വാങ്ങാൻ വരുന്ന ആ കടേൻ്റെ അടുത്ത് ഏകദേശം എത്താറായി. അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പം ഞാനത് കാണിച്ചു തരാം. കടേൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. അതാണ് ഞാൻ വരുന്ന കട. കണ്ട, പപ്പീസ്. ഇവിടെയാണ് ഞാൻ വരാറ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവർക്ക് ലീവാണ്, അതുകൊണ്ട് ഇല്ല ഇന്ന്. അതെ, ഞാൻ നടന്ന് വരുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകുന്നതാണ്, ഒരിക്കലും കാണില്ലല്ലോ ഇങ്ങോട്ട് നടന്നിട്ടൊന്നും വരുന്നത്. അപ്പോൾ നല്ല കുന്നും മലയെല്ലാം ഉള്ള ഇത് കണ്ട, അടിപൊളിയായിട്ടുള്ള സീനറികൾ. നമ്മളെ കുന്നും മലയെല്ലാം ഉണ്ട് ഇങ്ങോട്ട്. ഇപ്പോൾ മഴയില്ല, അതാണ് ഞാൻ മെല്ലെ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വന്ന്. മഴയുണ്ടെങ്കിൽ ഞാൻ വരില്ലേനു. മഴയില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു മെല്ലനെ നടന്ന് കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കൊന്ന്. വെള്ളം വീഴുന്ന ഒച്ച കേൾക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾ? അടിപൊളിയായിട്ട് ടപ്പ് വീണിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്കൂടി കണ്ട, അതിലേക്കൂടി വഴിയുണ്ട്. കണ്ട അടിപൊളിയായിട്ടുള്ള തോടാണ്. കണ്ട, കാണുന്നുണ്ടല്ലോ. ഇത് അടുത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റും. കണ്ട, വെള്ളം വന്ന് വീഴുന്ന രണ്ടിലൊക്കെ മഴകാലമുള്ളതാണ്. അല്ല, ഇത് ഒക്കെയാണത് വെള്ളത്തിൻ്റെ. കണ്ട, ഇതാണ് പരിപാടി. ഇതാണ് കുഞ്ഞിക തോട്. അടിപൊളി വെള്ളച്ചാട്ടല്ലേ. ചെറിയ കുഞ്ഞുമംഗളപ്പറ്റിയെല്ലാം ഉണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് അങ്ങ് പോകുന്നത്. ഇവിടെ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നുണ്ട്. ഇവിടെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മളെ ഹരിത കേരളത്തിൻ്റെ ഇത് പ്ലാസ്റ്റിക് എല്ലാം അടിയാന്ന് എടുത്തിട്ട് കൊണ്ടുവരിക. അതുകൊണ്ട് ഒരരയാലും ഉണ്ട്. എന്താ വെച്ചിട്ട് അമ്പലത്തിൻ്റെ ഒരു ഇതുപോലെയായിട്ട് കാണുന്നുണ്ടാണ്. ഇതെന്നാ മരം? ചേറുമരമാണ്. കുറേ കായെല്ലാം ഉണ്ടായിട്ട് കാണുന്നില്ല.
ചെറുമരാന്നാ തോന്നുന്നു. എനിക്ക് ശരിക്കും അതിനെപ്പറ്റി അറിയില്ല. ആ മരത്തിനെ പറ്റിയിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ. നിറച്ചും കായ് ഉണ്ടായിട്ടുണ്ട് അതിന്. കണ്ട ഇഷ്ടം പോലെ കായ് ഉണ്ട് അതിൻ്റെ മുകളിൽ. എനിക്ക് തോന്നുന്നത് ചെറുമരം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? ഇതാ സൂപ്പറായിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ കായ്. വെള്ളത്തിൻ്റെ ഒച്ച കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ഗൈസ്? ഇവിടെ ഒരു കൊന്ന മരമുണ്ട്. വിളക്ക് കത്തിക്കുന്നതിനടുത്തായിട്ട് തന്നെ ഒരു കൊന്ന മരമുണ്ട്. ഇതിൻ്റെ അടുത്താണ് എൻ്റെ ഏട്ടൻ്റെ വീടുള്ളത്. അന്ന് ഞാൻ അവിടുത്തെ വരെയും പോകുന്നുണ്ട്. ഇവിടുത്തം വരെയും വന്ന സ്ഥിതിക്ക് ആ വീടിൻ്റെ അടുത്തോളം ഒന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുളകണ്ട തോടിൻ്റെ അടുത്ത് മുള തോടിലേക്ക് ഇങ്ങനെ ആയിട്ട് നിന്നിട്ടുണ്ട്. കണ്ടാ ഇഷ്ടം പോലെ ഉണ്ട് മുളകൾ. അപ്പോൾ അത് ഓരോരുത്തർ ഇരുന്ന് കൊത്തിയിട്ട് കൊണ്ടുപോകും. ഇതാണ് പായെല്ലാം മടയുന്ന കൈതയില്ലേ, അതാണ് ആ കാണുന്നത്. കണ്ടാ അതിൻ്റെ കരക്ക് മണ്ടൽ ഇവിടുന്ന് പെണ്ണുങ്ങളെല്ലാം മുറിച്ച് കൊണ്ടുപോയിട്ട് പായ് മടങ്ങിയിട്ട് ആക്കലുണ്ട്. അപ്പോൾ ഞാനെന്നാ മെല്ലനെ അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. ഇവിടെ ഇതാ എന്താ തൊഴിൽ പരിശീലന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് സാംസ്കാരിക കേന്ദ്രമെല്ലാം ഉണ്ടാടാ. അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അവിടെ അവരെല്ലാം ഉണ്ടോയെന്നൊന്നും അറിയില്ല. ചെന്ന് നോക്കാം. ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഓട്ടോറിക്ഷയുടെ നിർത്തിയിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഗൈസ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം. ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് അടുത്തത് പറയാം. ഇതെന്തെല്ലോ പണിയെടുത്തിട്ടാണ് ഓട്ടോറിക്ഷ. ശ്രീജ ആരും അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് ഞാൻ വന്ന്. കോളിംഗ് ബെല്ല് അടിച്ചിനില്ല ഗൈസ്. ഞാൻ ഇതാ കണ്ട അതിൻ്റെ അകത്ത് മീനുണ്ട്. ഇവൾ വളർത്തുന്നതാണ്. ഇതിൽ മീനുണ്ട്. കണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല വലുപ്പത്തിലുണ്ടായിട്ടുണ്ട്. ശ്രീജ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മീനില്ലേ ഇപ്പം? ഇതിലിപ്പം മീനില്ലേ? ഉണ്ടാ? ഇപ്പം കാണുന്നില്ല. ഞാൻ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്ന ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീജ, ഏട്ടൻ്റെ മകൾ. ഇവളാന്ന് ഇപ്പം എൻ്റെ ലൈവിലെല്ലാം വന്നിട്ട് ഇങ്ങനെ വർത്താനം പറയല്ലേ, അത് ഇവളാണ് കേട്ടാ. ഇവളെ വീട്ടിലാണ് ഞാൻ വന്ന്. ഞാൻ ലൈവിലല്ല വീഡിയോ പിടിക്കുന്നതാണ്. അപ്പം അതിനെ കാണുന്നില്ലല്ലോ. വെള്ളമീനുണ്ട് പോലിൻ്റെ അകത്ത്. ഓസ്കാറാ? ഓ അതെയാ, നമ്മളെ അടുത്തുള്ള പോലത്തെ ഒരു ഓസ്കാർ ഉണ്ട് പോലും ഗൈസ് ഇവളെടുത്ത്. നീ എൻ്റെ ലൈവിലെല്ലാം ഇപ്പം വരാണ്ട് തന്നെ വിട്ടില്ലേ? അങ്ങനെ വിളിക്കുമ്പം വരൂ. ആ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടാ? ഇതേ അവൾ വിളിച്ചേരം വന്നിട്ടുണ്ട്. കാണുന്നില്ല വെള്ളത്തിൻ്റെ അകത്ത്. ടൈൽസിൻ്റെ ഇതെല്ലാം കാണുന്നത്. അവിടെ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഇവർ കാണുന്നുണ്ടോയെന്നറിയില്ല. അനങ്ങുന്നില്ല അല്ലേ? ഞാൻ കണ്ട് ഇവർ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ വീഡിയോ. അപ്പോൾ ബൈ.